EOLPS ഇടവണ്ണയിലാണ് ഇന്ന് ഇവിടെ പാരൻറ്റിങ് ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഉഷാറായി നിൽക്കുകയാണ്. ലേഡ് മാഷ് എല്ലാവരും ക്രെഡിറ്റ് നിങ്ങൾക്കാണ് തരുന്നത്. നായകൻ നന്നായാൽ എന്തും നന്നാവും എന്നുള്ളതാണ്. ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, ഇവിടെ സ്മാർട്ട് പാരൻറ്റിങ് എടുക്കേണ്ട കാര്യമല്ലായിരുന്നു എന്നാണ് തോന്നുന്നത്. വല്ല ജീവിതശൈലി രോഗം എടുക്കുന്നതായിരുന്നു നല്ലത്. കാരണം ഇവിടുത്തെ പാരൻസ് ഒക്കെ ഓൾറെഡി സ്മാർട്ടാണ്. ഓക്കെ. ചിരിയും ചിന്തയും ഒക്കെ കൂടി കലർത്തിയ ഒരു ക്ലാസ്സിന് ശേഷമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എല്ലാവരും ഇപ്പോ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു നല്ല പേരന്റ് ആണോ, ഈ പറഞ്ഞ ക്വാളിറ്റികളൊക്കെ എനിക്കുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്റെ അപാകതകൾ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ ഒരു പെണ്ണിനെ കെട്ടിച്ചയക്കുമ്പോ അവരുടെ കെട്ടിക്കൊണ്ടുവരുന്ന ഹസ്ബൻഡിന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനനുസരിച്ചായിരിക്കും ആ കുട്ടിയുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ നല്ലതും ആവാം ചീത്തതും ആവാം. നല്ല ഹാപ്പി ആയിട്ട് പോകുന്നപ്പോ നമ്മളെപ്പോഴും എന്നോട് തന്നെ പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ ഒരു ജോലിക്ക് പോവാത്തതെന്ന്. അതിനൊന്നും എനിക്ക് ഉത്തരമില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നത്, നമ്മൾ ജോലിക്ക് പോണതാണെങ്കിലും എന്തിനാണെങ്കിലും അതിന്റെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഒരു ഹാപ്പി ലൈഫാണ്, ഒരു സക്സസ്ഫുൾ ലൈഫാണ്. മാഷാ അല്ലാഹ് അതെനിക്ക് ഇപ്പൊ ഉണ്ട്. അപ്പൊ പിന്നെ ഞാനൊരു ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. ഒരു പക്ഷെ ഞാൻ ഈ ജോലിക്ക് പോയി തുടങ്ങിയാൽ ഒരു പക്ഷെ എനിക്ക് അത് നിലക്കുമോ എന്നൊരു ഉള്ളിൽ ചെറിയൊരു ആശയം എനിക്കുണ്ട്. എന്നാൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റും ഉണ്ട്. അപ്പൊ പല സാഹചര്യങ്ങളിലൂടെയാണ് ഒരു പെണ്ണ് കടന്നു വരുന്നത്. അതിനൊരു ചെറിയ മാറ്റം വരുന്നത് നമ്മളൊരു പാരന്റ് ആയിരിക്കുമ്പോഴാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഒരു 100-99 പെണ്ണുങ്ങൾ പറയണ്ട ഹസ്ബൻഡും കുട്ടികളും ഒരുമിച്ചിരിക്കുന്ന ആ സന്തോഷ നിമിഷം. അതാണ് ഏതൊരു പെണ്ണിന്റെയും ഏറ്റവും ആഗ്രഹം. അപ്പൊ നമുക്കൊരു കുട്ടി വളരുമ്പോൾ നമ്മൾ അതിനെ ആകാംക്ഷയോടെ നമ്മൾ ഒരു ചെടി നട്ട് നനയ്ക്കുന്നത് പോലെ നമ്മളത് നോക്കും. ഇപ്പൊ ഈ ക്ലാസ് പറഞ്ഞപ്പോ എനിക്ക് കൊറോണ കാലം ഓർമ്മ. കാരണം ഒരു താങ്ക്സ് ടു കൊറോണ കാലം എന്ന് ഞാൻ പറയും. കാരണം ഒരു കൊറോണ കാലം വന്നപ്പോ നമ്മൾ എന്തായി, നമ്മള് അഭിനയിക്കാൻ പഠിച്ചു, ചിത്രം വരയ്ക്കാൻ പഠിച്ചു, പാട്ട് പാടാൻ പഠിച്ചു, എന്തൊക്കെ ഈ ലോകത്ത് പ്രൊഫഷൻ ഉണ്ടോ അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. കാരണം ഒരു കുട്ടീന്റെ പേരന്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടീനെ സ്കൂളിൽ ചേർക്കുമ്പോഴത്തേക്കും നമ്മൾ എല്ലാം പഠിക്കാൻ തുടങ്ങുകയാണ്. ഇതിനു മുന്നേ കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്തിട്ട് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരിക്കും, നല്ല വരയ്ക്കാൻ അറിയും, പാടാൻ അറിയും. നമുക്ക് എന്താണ്, നമുക്ക് എല്ലാത്തിനും, നമ്മളിപ്പോ ഒരു ഡോക്ടറാണ്, നമ്മൾ ഒരു വുമൻസ് ഡേ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയലുണ്ട്, അതൊക്കെ ശരിക്കും പറച്ചിലല്ല, അതെല്ലാം നമ്മളാണ്. അപ്പൊ ഇപ്പൊ കൂടുതലും ഇവിടെ അമ്മമാരാണല്ലോ. അപ്പം അമ്മ എന്ന നിലയിൽ എല്ലാ പ്രൊഫഷനും ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന നമുക്ക് അമ്മമാർക്ക് മാത്രമാണ്. അപ്പൊ എന്താ ഈ പാരന്റിന്റെ ക്ലാസ് വരുമ്പോഴും എനിക്ക് അതിനറിയാം, നമ്മളത് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ നമ്മൾ എല്ലാം ആയി തീർന്നു. നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ വളരെ സത്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഓരോ കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത്.
അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്ത് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ അത് എന്തെങ്കിലും അപാകതകൾ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് തോന്നിയിട്ടുള്ള പാരന്റ്സ് ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തിരുത്താൻ നോക്കാന്നും കൂടി എന്നോടടക്കം ഞാൻ പറയാണ്. പിന്നെ ഡോക്ടർ ഇപ്പൊ ചോദിച്ചപ്പോ പലരും ആൻസർ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ELP-യിൽ വന്നാല് രക്ഷിതാക്കൾ സ്മാർട്ട് ആയേ പറ്റൂ. കാരണം HM-നെ പഠിച്ചിട്ടെങ്കിലും സ്മാർട്ട് ആവും. കാരണം ഇവിടുന്ന് വരുമ്പോ എല്ലാ തരത്തിലും കുട്ടികളെ ഓരോ സൈഡിൽ നിന്നും കുട്ടികളെ എന്താ പറയാ ശരിയാക്കി എടുക്കും. അപ്പൊ അത് നേരെ ചോദ്യം പോവുക രക്ഷിതാക്കൾ എടുക്കുക. അപ്പൊ പിന്നെ ELP-യിൽ ഒരു കുട്ടിയെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു 100-ൽ 85 പാരന്റ്സും ശരിയായിരിക്കും, സ്മാർട്ട് ആയിരിക്കും. അത് ഏത് സ്മാർട്ട് ഫോൺ ഏജിലാണെങ്കിലും എല്ലാ ഏജിലും. അതുകൊണ്ടാണ് ഇവിടുന്ന് വല്ലാത്ത അഭിപ്രായങ്ങൾ കിട്ടാതെ. കാരണം ഇതൊക്കെ ഓൾറെഡി ഞങ്ങൾ ചെയ്യുന്നതാണ് എന്നൊരു ഉള്ളിലൊരു ചിരിയോടെ ചെറു ചിരിയോടെ എല്ലാവരും പറയുന്നുണ്ടാവാം എനിക്ക് തോന്നുന്നു. അപ്പം ഇതിന്റെ ഒരു എന്താ പറയാ വിലപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് ഈ ക്ലാസ് തരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി കൂടി പറയാണ്. താങ്ക് യു. സ്മാർട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ് അബാക്കസ്. അതെ അതെ, അവരിവിടെ അബാക്കസ് ഏരിയയിൽ മുഴുവൻ പഠിക്കും. അവിടെ ഇടവണ്ണ ഏരിയയിൽ മുഴുവൻ നമ്മൾ ഇവിടെ സ്കൂളുണ്ട്, ഇവിടെ പുറത്ത് കുട്ടികൾക്ക് പുറത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ HM-ന് ലാസ്റ്റ് ഗിഫ്റ്റ് കിട്ടിയില്ല. മമ്മൂട്ടി സ്റ്റൈലുണ്ട്.